വനിതാ ദിനത്തിൽ വനിതാ സംരംഭകരുടെ സംഗമമൊരുക്കി കൊച്ചി IT നഗരമായ കാക്കനാടുള്ള റെക്ക ക്ലബ്ബ്. ഇതിൽ 65-ൽ പരം സംരംഭകർ പങ്കെടുത്തു. ക്ലബിൻ്റെ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഈ വിമൻസ് ഡേക്ക്, അതിന് നല്ല ലൈവ്ലി വിത്ത് വിമൻ എനർജി, അത് ഇവിടെ സ്പ്രെഡ് ചെയ്യുക, അവരിൽ കൂടെ നമ്മൾ സന്തോഷിക്കുക. ഗുഡ് ഈവനിങ് എവരിവൺ ആൻഡ് ഹാപ്പി വിമൻസ് ഡേ. രഞ്ജിനി നമ്മുടെ ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് നൈപുണ്യം തെളിയിച്ച ആളാണ് രഞ്ജിനി മേനോൻ. 1990 batch of REC Calicut and has been the coordinator for cultural events for quite a few years now. So Ranjini, happy Women's Day. Thank you, Santosh. ഇന്നത്തെ ഈ ദിവസം നമ്മളെ ക്ലബിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈവ്സ് ഫെസ്റ്റ് എന്ന രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചധിക ദിവസമായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ ഇവൻറ്റും പ്രോഗ്രാംസും എക്സിബിഷനും ഒക്കെ. അപ്പോൾ നമുക്ക് രഞ്ജിനിയോട് തന്നെ ചോദിക്കാം, ഇന്ന് എങ്ങനെ തോന്നുന്നു? ഞങ്ങൾ ആക്ച്വലി ഇത് 3rd ഇയർ ആണ് ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ഇതുപോലെ ഒരു ഈവ്സ് ഫെസ്റ്റ് ഇവിടെ നടത്തുന്നത്. 2023, 24 and 25 and 26 this is the 4th time ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ മെയിൻലി നമ്മൾ വിമൻ ഓൺട്രപ്രനേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് നമുക്കിവിടെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് അവരുടെ ക്രിയേറ്റിവിറ്റി വെച്ച് സെല് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാത്രമാണ് അവരുടെ സെയിലുള്ളത്. അപ്പോൾ അവർക്ക് അപ്പം യൂഷ്വലി പുറത്ത് എക്സിബിഷൻസ് നടത്താറുണ്ട്, ഹ്യൂജ് റെൻറ്റ് ഒക്കെ പേ ചെയ്യണം അവർക്ക്. ഞങ്ങൾ വളരെ മിനിമം റെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചാരിറ്റിക്ക് മാത്രമാണ് പോകുന്നത്. പിന്നെ ഒരു പ്ലഷർ ഇൻ സീയിങ് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ടാലൻറ്റ് ഓഫ് സോ മെനി വിമൻ ടുഗെദർ ആൻഡ് ഇറ്റ്സ് വെരി ഇൻസ്പിറേഷണൽ. അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ, ഇറ്റ്സ് എ മോട്ടിവേഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വരുന്ന ആൾക്കാർക്കും ഒക്കെ, യങ് ആൻഡ് ഓൾഡ്, സോ മെനി ലേഡീസ് ആർ സോ എൻ്റർപ്രൈസിങ്. അവർ ഫുഡാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും വേറെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഡ്രസ് എല്ലാം, പലരും അവരുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്കാണ് ഇവിടെ. നമസ്കാരം, എൻ്റെ പേര് സ്മേര അജിത്ത് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ശിവാബായ് സ്മേര അജിത്ത് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. ഞാനിതിൽ കവർ ചെയ്യുന്നത് ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസും ഡെക്കേഴ്സും ഹാൻഡ് പെയിൻറ്റഡ് ഷർട്ട്സും ആണ്. പ്യുവർലി കസ്റ്റമൈസബിൾ ആണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് ശിവാബായ് സ്മേര അജിത്ത് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വേൾഡ് വൈഡ് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. വിഷിംഗ് യു എ ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഞങ്ങൾക്കിത് ഓർഗനൈസ് ചെയ്യാൻ ഹ്യൂജ് ടാസ്ക് ആണ്. പക്ഷേ വി ഫൈൻഡ് സോ മച്ച് ഹാപ്പിനെസ് ഇൻ ദിസ്. ഈ ഒരു ഡേയുടെ ഫുൾ ഡേ ഒരു 1000 അറൗണ്ട് 1000 ചില്ലാൻ ആൾക്കാരാണ് ഇവിടെ കയറി ഇറങ്ങുന്നത്. ഇപ്പം ഓവർ എവറി ഇയർ ഇതിന് മോർ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. വെൻഡേഴ്സ് ആർ ഹാപ്പി, വി ആർ ഹാപ്പി. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറേ പേര് വീടുകളിലൊക്കെ മാത്രമായിട്ട് ഇത് ചെയ്യുന്നു, ഓൺലൈനൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ക്ലബിൽ ഇതിനൊരു വേദി നമ്മൾ ഒരുക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ പ്രമാണിച്ച്. അപ്പോൾ അവരെല്ലാവരും വരുന്നു, അവരുടെ പ്രോഡക്ട്സ് പലരും വാങ്ങിക്കുന്നു, അവരുടെ പ്രോഡക്ട്സിനെ പറ്റി എല്ലാവരും അറിയുന്നു. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതോടുകൂടി ഒരുപാട് പേര് ചെറിയ രീതിയിൽ അവർ ബിസിനസ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. ജ്വല്ലറിയിലാണെങ്കിലും വളരെ ചെറിയ തോതിൽ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വലിയ ഷോപ്പുകളിലോ വലിയ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള എക്സിബിഷൻ സ്റ്റോൾസിലോ ഒന്നും റെൻ്റ് എടുക്കാനൊന്നും അത്രമാത്രം അവർക്ക് പ്രോഡക്ട്സും ഇല്ല, അത് അഫോർഡ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്, അത് ആർട്ടിസ്ട്രിയാണ് ശരിക്കും. ആ ആർട്ടിസ്റ്റിക് വർക്ക് നമ്മൾക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും പലതും കാണുമ്പോൾ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പലരും ചെയ്യുന്നത്. കൊച്ചു കുട്ടികളുള്ള സ്ത്രീകളുണ്ട്, ദൂരെ നിന്ന് വന്ന്. ഇന്നിപ്പം ഇവിടെ
കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് ഒരു ലേഡി ഇവിടെ വന്ന് അവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അവര് ഫുൾ ക്യാരിങ് ആണ്, ചെറിയ കുട്ടിയുണ്ട്, എന്നാലും അവര് വീട്ടിലിരുന്ന് വരയ്ക്കുന്നതാണ്. അപ്പൊ അവർക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത്രയും ഓഡിയൻസിന് അവർക്ക് ഓൺലൈൻ സെയിൽസ് ഉണ്ട് എങ്കിലും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അത് കാണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അഭിമാനപൂർവ്വം പ്രസന്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ഒരു വലിയൊരു അതാ. നമ്മൾക്കും അങ്ങനെ ശരിക്കും പറയാച്ചാൽ ഇവിടെ ഒരുപാട് വെൻഡേഴ്സ് ഇതുപോലെ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഇത് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവർ തമ്മിൽ നല്ലൊരു റാപ്പോ നല്ലൊരു ബന്ധമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടർന്നും ഇവരുമായിട്ടുള്ള അസോസിയേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമുക്ക് പല സംഗതികളും പല സമയത്തും ആവശ്യം വരുമ്പോൾ ഇവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. അവർ നമ്മൾക്ക് ഓൺലൈനായിട്ടും അല്ല ബൈ പോസ്റ്റ് ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് പലരും ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പാസ് ഓൺ ചെയ്യും. അപ്പം അങ്ങനെ ഈ കോണ്ടാക്ട്സ് അങ്ങനെ ഒരു അത് സ്പ്രെഡ് ആവുകയാണ്. നിങ്ങളിപ്പോൾ കുടിക്കുന്നത് ചുക്കാപ്പിയാണ്. ആ ചുക്കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന ചുക്കാപ്പിയാണ്. ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഈ ഒരു പൊടി ഇടുക, തിളപ്പിക്കുക, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഒക്കെ ഓൾറെഡി ആഡ് ഇടാം. നല്ലൊരു എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഇച്ചിരി സ്പൈസി ആണ്, പക്ഷെ നമുക്കൊരു നല്ലൊരു ഉഷാറ് കിട്ടുന്നത്. അതെ, അവള് പാരസെറ്റമോളും ആന്റിബയോട്ടിക്കോ കൊടുക്കാനായിട്ട് നല്ലത് ചുക്കാപ്പി പോലത്തെ നാച്ചുറൽ റെമഡീസ് കിട്ടുന്നതാണ്. തൊണ്ടവേദന, പനി. ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ട്? നമ്മൾ ആമസോണിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ആമസോണിൽ കയറിയിട്ട് ഹയാക്കെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് പേജ് കാണും. അതിൽ നിങ്ങൾക്ക് നമ്മുടെ 3 പ്രൊഡക്ട്സ് ആണ് ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹയാക്കെയറിന്റെ നട്ട്സ് ആൻഡ് സീഡ് സൂപ്പർ മിക്സ്, ഹയാക്കെയറിന്റെ മോം സൂപ്പർ മിക്സ്, പിന്നെ നമ്മളുടെ ചുക്കാപ്പിന്റെ പൗഡർ. ഇപ്പൊ ഈ ഒരു 3 പ്രൊഡക്ട്സ് ഇപ്പൊ ലൈവ് ആണ്. നട്ട്സ് ആൻഡ് സീഡ് സൂപ്പർ മിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊഡക്റ്റ്. 12ഓളം നട്ട്സും സീഡ്സും റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ടുള്ള ഒരു പൗഡറാണ്. നോർമൽ ന്യൂട്രീഷൻ പൗഡേഴ്സ് ഒക്കെ പാലിലോ വെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കലാണ്. ബട്ട് നമ്മുടെ ഈ ഹയാക്കെയറിന്റെ പൗഡർ റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ലൈക്ക് ഇതൊന്ന് കഴിച്ചോളൂ, സ്പൂൺ എടുത്തോളൂ. ഇത് നമുക്ക് ഇതാണ് ഈ പൗഡർ, ഇതെല്ലാം മിക്സ് ചെയ്തതാണെന്നാണ് അവർ പറഞ്ഞത്. 12ഓളം നട്ട്സും സീഡ്സും വരുന്നുണ്ട്. ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചത്, വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. 0 കെമിക്കൽസ്, 0 പ്രിസർവേറ്റീവ്സ്, ജസ്റ്റ് ഹോൾ നട്ട്സ് ആൻഡ് സീഡ്സ് ഓൺലി. പിന്നെ ഇതിൻ്റെ ഒരു ലേഡീസിന് സ്പെഷ്യലായിട്ട് ക്യൂറേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് മോം സൂപ്പർ മിക്സ്. ഇതിൻ്റെ തന്നെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ, ബട്ട് ഇതിൽ കുറച്ചുകൂടി സീഡ്സിൻ്റെ കണ്ടന്റ് ഹയർ ആയിരിക്കും. ലൈക്ക് ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, സെസമൈ സീഡ്. അതുകൊണ്ട് ഇത് ഭയങ്കര omega-3 റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നേരെ മറിച്ച് ഇത് കുറച്ചുകൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഇതാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇതാണ് ടേസ്റ്റ് വൈസ് നല്ലത്. ബട്ട് ഇപ്പം ലേഡീസിനോ പ്രഗ്നൻസ് അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് കുറച്ചുകൂടി omega-3 റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ക്രിയേറ്റിവിറ്റി ഉള്ളതുമായ സ്ത്രീകൾക്ക് നമ്മൾ ഇവിടെ ഒരു വേദി കൊടുക്കുന്നു. അവർക്ക് മാക്സിമം പിന്തുണ കൊടുക്കണം. നമ്മൾ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലാത്ത ഒരു സംരംഭമാണ്. നമ്മൾ പലരും സെയിലും എക്സിബിഷനും നടത്തുമ്പോൾ അതൊരു വലിയൊരു പ്രോഫിറ്റ് മേക്കിംഗ് അതൊരു ബിസിനസ് തന്നെയാണ്. അതും പല സ്ഥലങ്ങളിലും. ഇവിടെ അങ്ങനെയല്ല, തീർത്തും അങ്ങനെയല്ല. ഞങ്ങളുടെ ഇത് ഓർഗനൈസ് ചെയ്യാൻ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. മാസങ്ങളായിട്ട് ഞങ്ങൾ എവറി ഡേ ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഈ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് തീർത്തും നമ്മൾ അതിനകത്തുനിന്ന് ആഗ്രഹിക്കുന്നില്ല. വളരെ വരുന്ന എക്സസ് വരുന്ന എമൗണ്ട് നമ്മൾ ചാരിറ്റിക്ക് തന്നെയാണ് പോകുന്നത്. അതൊരു സന്തോഷം. ക്ലബിൻ്റെ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഈ വിമൻസ് ഡേക്ക് അതിന് നല്ല ലൈവ്ലി വിത്ത് വിമൻ എനർജി അത് ഇവിടെ സ്പ്രെഡ് ചെയ്യുക. അവരിൽ കൂടെ നമ്മൾ സന്തോഷിക്കുക. രേവതി, ഞാനൊരു ഇൻഫോ പാർക്കിൽ QA ആയിട്ട് വർക്ക് ചെയ്യാണ്. ആക്ച്വലി ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് ചെറുതായിട്ട് വരയ്ക്കും, അത്ര ആർട്ടിസ്റ്റൊന്നും അല്ല. പിന്നെ ആക്ച്വലി ലൈക്ക് വർക്ക് പ്രഷർ എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് ആയിട്ട് സൺഡേ നമുക്ക് എല്ലാവർക്കും ടൈമുള്ള ഒരു ഡേ ആണല്ലോ. സോ വരയ്ക്കുക എന്നുള്ളത് വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ്, മൈൻഡിനാണെങ്കിലും എല്ലാം. സോ നമ്മുടെ ഈ ഒരു അർബൻ സ്കെച്ചേഴ്സ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ആക്ച്വലി എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരമാണ്. നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ അതിലേക്ക് ആൾക്കാർ ഇൻവോൾവ് ചെയ്യാനും. വുമൻസ് ഡേ, ഈ ഒരു വുമൻസ് ഡേ ഇങ്ങനെ ഒരു ഇവൻറ്റിൽ വരാൻ പറ്റിയതും പിന്നെ ആക്ച്വലി കൂടുതൽ വിമൻസിന് ഇതിലേക്ക് സാധാരണ കുറച്ചും കൂടി ആൾക്കാർ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇന്ന് ആക്ച്വലി വുമൻസ് ആയിട്ട് 3% ഇവിടെ ഉള്ളൂ. സോ എന്താ പറയുക,
ലൈക്ക് നമ്മുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങളെ പോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. സോ നമ്മുടെ സൈഡായിട്ട് വർക്ക് മാത്രമല്ലാണ്ട് ഈ ആർട്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണം. രഞ്ജിനി, നമ്മളെ ഇപ്പൊ കാക്കനാട് അല്ലെങ്കിൽ ഇപ്പൊ തൃക്കാക്കര നഗരസഭ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ IT ഇൻഫോ പാർക്ക് പ്രൊഫഷണൽസ് ഒക്കെ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതോടുകൂടി അപ്പോൾ അവർ പലർക്കും ലേറ്റ് അവേഴ്സിൽ ജോലി, അതുപോലെ അവരുടെ സോഷ്യൽ ലൈഫ് ഒക്കെ കുറേ കൂടി എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് കമ്പയർഡ് ടു അതർ പ്ലേസസ് വിതിൻ കേരള ഇറ്റ്സെൽഫ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് അവരുടെ ജോലിയുടെ ലെഷർ ടൈമിൽ അല്ലെങ്കിൽ പ്രഷർ റിലീസിങ് ആയിട്ട് അവർ ഡ്രോയിങ് അതുപോലെ ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പിക്ചറിനെ നമ്മളൊക്കെ എങ്ങനെയാണ് കാണാൻ പറ്റുക? അതായത് ഈ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫൊക്കെ ഇമ്പ്രൂവ്ഡ് ആവുന്നു, അതിൻ്റെ കൂടെ അവർ എക്സ്ട്രാ കരിക്കുലറിലേക്ക് വരുന്നു. അതിനെല്ലാത്തിനും കൂടി ഒരു സപ്പോർട്ടും കൂടിയല്ലേ നമ്മൾ ഈ ക്ലബിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്? ക്ലബിൻ്റെ നമ്മൾ ക്ലബുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ജനറലി രാത്രി ഇവിടെ ഒരുപാട് ലേഡീസ് ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ വരാറുണ്ട്. ക്ലബ്ബ് ഒരു ഭയങ്കര സേഫ് പ്ലേസ് ആയിട്ട് എല്ലാവർക്കും എപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ നടത്തുന്ന ന്യൂ ഇയേഴ്സ് ഈവ് സെലിബ്രേഷനൊക്കെ 1000 ചില്ലാൻ ആളുകളൊരു വലിയ, പക്ഷെ അവിടെ സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിലും അവർക്ക് വരാൻ ഭയങ്കര സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഈ ഇവിടെ എല്ലാവർക്കും ഒരു ഇതുണ്ട്, റെക്ക ക്ലബ്ബ് സേഫാണ് എന്നുള്ള ഒരു മനോഭാവം പൊതുവെ സ്ത്രീകൾക്കുണ്ട്. ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടവർ അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഈ ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ ഒരു സേഫ്റ്റിയുടെ ഒരു കൾച്ചർ, സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഫീലിംഗ്, അതുപോലെ ഇങ്ങനെ അവസരങ്ങളുടെ കുറേ വേദികൾ, പിന്നെ ഇതുപോലെ നെറ്റ്വർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊളാബറേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മൂർത്തിഭാവമാണ് ഇന്നത്തെ വിമൻസ് ഡേയിൽ നമ്മൾ കണ്ടത്. പക്ഷെ അത് ഒരു ദിവസത്തെ മാത്രമല്ല, ഒരു വർഷത്തോളം തുടർന്ന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകുന്ന ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ ഒരു വൈബാണ് നമ്മുടെ റെക്ക ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. താങ്ക് യു.